السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ പകുതി ഭാഗം കടന്ന് ഈ മാസത്തിൻ്റെ ഏറ്റവും പുണ്യമായ സമയങ്ങളിലേക്ക് നാം വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് റമദാനിൻ്റെ 17-ാം രാവിൻ്റെ മുന്നിലാണ്. ഈ ദിവസം, ഈ രാത്രി മുസ്ലിം ലോകം മുഴുവൻ ഉമ്മത്തിൻ്റെ കഴിഞ്ഞു പോയ വലിയൊരു ചരിത്രം സ്മരിക്കുന്ന സമയവുമാണ്. ഇസ്ലാമിൻ്റെ ആദ്യത്തെ വിജയം, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ വിജയം, സഹാബത്തിൻ്റെ ആദ്യത്തെ വിജയം, യൗമുൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ ആ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് യൗമുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസമെന്ന്. പ്രത്യേകിച്ച് സഹാബാക്കൾ, അവരുടെ ജീവിതം, അവരുടെ ചരിത്രം മുസ്ലിമീങ്ങൾ എന്നും സ്മരിക്കേണ്ടതാണ്. എന്ന് മുസ്ലിമീങ്ങൾ സഹാബത്തിന്റെ ചരിത്രം വിട്ടുകളയുന്നു, മറന്നു കളയുന്നു, അന്ന് ഉമ്മത്തിന്റെ അധഃപതനം ആരംഭിക്കുകയും ചെയ്യും. അതിലേറ്റവും ശ്രേഷ്ഠരാണ് ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ. ഹദീസിൽ വരുന്നത്, അവരെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്താലും അത് പരിഗണിക്കുകയില്ല, നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരാണ്. മറ്റൊരു റിവായത്തിൽ, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ, നിങ്ങൾക്കിടയിൽ അവർ സ്ഥാനം എന്താണ്? തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. സഹാബാക്കളിൽ ഏറ്റവും ഉന്നതരാണ്. അവരുടെ ചരിത്രം നാം സ്മരിക്കേണ്ടതാണ്. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞതുപോലെ, മുൻഗാമികളായ സഹാബാക്കളുടെ ചരിത്രം നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. സബഖ് ബിർബി പഠ്, സഹാബത്തിന്റെ ചരിത്രം, അവരുടെ ധീരത, അവരുടെ ഉന്നത ഗുണങ്ങൾ, അത് വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കും, ജീവിതത്തിൽ കൊണ്ടുവരും. എങ്കിൽ
അവരെ ദുനിയാവിലെ നേതാക്കന്മാരാക്കിയതുപോലെ, ലോകത്തിന്റെ നേതാക്കന്മാരാക്കിയതുപോലെ നിങ്ങളെയും ഈ ലോകത്ത് നേതാക്കന്മാരാക്കപ്പെടുന്നതാണ്. ബദർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് അതിൽ ധാരാളം പാഠങ്ങളുണ്ട്. പൊതുവെ എവിടെയും അസ്ബാബുകളിൽ, സൃഷ്ടികളിൽ പ്രതീക്ഷ വെച്ച് അതിൻ്റെ വലിപ്പവും വണ്ണവും വലുതായി കണക്കാക്കി ജീവിക്കുന്ന കാലഘട്ടം. ആരുടെ അടുക്കലാണോ വസ്തുക്കൾ കൂടുതലുള്ളത്, ബാഹ്യമായ ശക്തി കൂടുതലുള്ളത്, അവർക്കാണ് വിജയം എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടത്തിൽ ബദറിന്റെ ചരിത്രം നമുക്ക് മുന്നിൽ പാഠം നൽകുന്നുണ്ട്. ഇല്ല, വിജയം മനുഷ്യന്റെ കയ്യിലുള്ള വസ്തുക്കളുടെ വലിപ്പത്തിലോ ആയുധ ശക്തിയിലോ മറ്റിതര സാമ്പത്തിക ശക്തിയിലോ അല്ല. ഉമ്മത്തിന്റെ വിജയം അള്ളാഹുവിന്റെ സഹായത്തിലാണ് എന്ന് ബദർ വലിയൊരു പാഠം നൽകുന്നത്. കാരണം സഹാബാക്കൾ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ വളരെ ബലഹീനരായി. ഒരു ചെറിയ സംഘം, 313 പേരാണ് ചെറിയൊരു സംഘം. അവരുടെ അവസ്ഥയാണെങ്കിൽ സഹാബാക്കൾ തന്നെ പറയുന്നു, യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ല. 3 പേർക്കൊരു വാഹനം. അലി റളിയല്ലാഹു തആല അൻഹും അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവർ 3 പേരാണ് വാഹനത്തിൽ ഊഴമായി നിശ്ചയിക്കപ്പെട്ടത്. തങ്ങളടക്കം ഊഴമായി വാഹനത്തിൽ യാത്ര ചെയ്തു. വിഷന്നൊട്ടിയവരായി. നബി തങ്ങളുടെ ദുആയിൽ കാണാം, ബദറിന്റെ തലേന്ന് തങ്ങൾ ചെയ്ത ദുആയിലുണ്ട്, ഇന്നഹും ഹുഫാത്തുൻ ഉറാത്തുൻ വജിയാൻ ഫശ്ബിഉഹും. അല്ലാഹു, എൻ്റെ ഈ സമൂഹം, വന്നിരിക്കുന്ന ചെറിയ സംഘം, അവർ ധരിക്കാൻ ചെരുപ്പില്ലാത്തവരാണ്, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്, അവർ വിശന്നവരാണ്. ഇവരെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ ഇനി ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കുന്ന സമൂഹം ഉണ്ടാവുകയില്ല. അത്രയും ബലഹീനരായി. അള്ളാഹു തന്നെ ആ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുമ്പോൾ, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അസില്ല. നിങ്ങൾ അല്ലാഹു തആല ബദറിൽ സഹായിച്ചില്ലേ, അത് നിങ്ങൾ നിന്ദരായിരുന്നു, നിങ്ങൾ ബലഹീനരായിരുന്നു. അല്ലാഹു തന്നെ പറയുക, അത്രയും ബലഹീനരായ സമൂഹത്തെ ആ സമൂഹം ലോകത്ത് വലിയൊരു ചരിത്രം സൃഷ്ടിച്ചു. അവരെക്കാൾ ശക്തരായ ആയുധത്തിൽ, ശക്തിയിൽ, ആരോഗ്യത്തിൽ, എല്ലാ നിലക്കും ശക്തരായ സമൂഹത്തെ ബലഹീനരായ സംഘം പരാജയപ്പെടുത്തി. എന്തുകൊണ്ടാണ്? അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടായിരുന്നു. സഹാബാക്കൾ പറയുന്നത്, ബദറിന്റെ ദിവസം ഞങ്ങളുടെ ആളുകൾ ഉയർത്തുമ്പോൾ ശത്രുക്കളുടെ തലകൾ തെറിച്ചു ഞാൻ കാണുമായിരുന്നു. ഞങ്ങൾ വെട്ടിയിട്ടില്ല. ഞങ്ങളുടെ വാളുകൾ ഉയർത്തുമ്പോൾ ശത്രുക്കളുടെ അവയവങ്ങൾ തെറിച്ചു പോകുന്നത് ഞങ്ങൾ കാണുമായിരുന്നു. ഞങ്ങൾ വെട്ടിയിട്ടില്ല. അല്ലാഹു തആല മലക്കുകളെ ഇറക്കി സഹാബാക്കളെ സഹായിച്ചു. അബ്ബാസ് റളിയല്ലാഹു തആല അന്ന് മുസ്ലിം ആയിരുന്നില്ല. നബി തങ്ങളുടെ കൊച്ചാപ്പയ്യ അദ്ദേഹത്തെ തടവിൽ പിടിച്ചുകൊണ്ടുവന്നു. സഹാബി പറഞ്ഞു, ഞാനാണ് ഇദ്ദേഹത്തെ തടവിൽ പിടിച്ചത്. അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഇല്ല നബിയെ, എന്നെ തടവിൽ പിടിച്ചത് ഇദ്ദേഹമല്ല, മറ്റൊരു വ്യക്തിയാണ്. സഹാബി നിർബന്ധിച്ചു, ഞാനാണ് നബിയെ. തങ്ങൾ പറഞ്ഞു, നീ മിണ്ടാതിരിക്കൻ, എന്റെ കൊച്ചാപ്പയെ തടവിൽ പിടിച്ചുകൊണ്ട് വന്നത് ഒരു മാന്യനായ മലക്കാണ്. മലക്കുകൾ ഇറക്കി അല്ലാഹു സഹായിച്ചു. ശത്രു സൈന്യത്തിന്റെ നേതാവ് അബൂജഹലിനെ സഹാബാക്കൾ 2 കുട്ടികൾ കൊല ചെയ്യുകയുണ്ടായി. ഇങ്ങനത്തെ വലിയ സഹായം സഹാബാക്കളെ മേൽ ഇറങ്ങി. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് സഹാബാക്കൾ സഹായം ലഭിച്ചു? നാം വെറും ബദറിനെ മാത്രം സ്മരിക്കേണ്ടതല്ല, മറിച്ച് എന്തുകൊണ്ട് അവർക്ക് സഹായം ലഭിച്ചു? സഹാബാക്കളെ ചില ഉന്നത ഗുണങ്ങൾ, അവരിലുണ്ടാകുന്ന ചില ഉയർന്ന യോഗ്യതകൾ, അതിലേറ്റവും ഉന്നതമായത് സഹാബാക്കളുടെ ഓരോ സഹാബിയുടെ ഉള്ളിൽ അവരുടെ മുഴുവൻ പ്രതീക്ഷയും അല്ലാഹുവിൽ മാത്രമായി. അവർ ഹൃദയത്തിൽ ഉറച്ചിരുന്നു, മുഴുവൻ തീരുമാനം റബ്ബിൽ നിന്ന് മാത്രമാണ്. എല്ലാ തീരുമാനത്തിനും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അവൻ തീരുമാനിക്കുന്നത് മാത്രമേ നടപ്പിലാവൂ. സബ് കുച്ച് അല്ലാഹി സെ ഹോത്താ ഹൈ. മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുണ്ടാവുകയുള്ളൂ, സൃഷ്ടികളൊന്നും ഉണ്ടാവുകയില്ല. ഉടമസ്ഥൻ അല്ലാഹുവാണ്. സുബ്ഹാന മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ. മുഴുവൻ വസ്തുക്കളുടെയും മുഴുവൻ കാര്യങ്ങളുടെയും അധികാരം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമിയുടെ മുഴുവൻ ഖജനാവിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമിയുടെ മുഴുവൻ ഖജനാവിന്റെ താക്കോലിന്റെ ഉടമ അല്ലാഹുവാണ്. അവനാണ് എല്ലാ കാര്യത്തിനും ഉടമസ്ഥൻ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തി
തു'തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അവനാണ് എല്ലാ രാജാധികാരത്തിനും ഉടമസ്ഥൻ. അധികാരങ്ങളും ശക്തിയുമെല്ലാം അല്ലാഹുവാണ് നൽകുന്നത്. ഇസ്സത്തും ദില്ലത്തും അല്ലാഹുവാണ് നൽകുന്നത്. വിധികർത്താവ് അല്ലാഹു മാത്രമാണ്. യഹ്കുമു മാ യശാ, അവനാണ് വിധിക്കുന്നവൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാ, തീരുമാനം അല്ലാഹുവിന് മാത്രമാണ്. ഈ ഒരു വിശ്വാസം, ഈ യഖീൻ സഹാബത്തിന്റെ ഉള്ളിൽ ഉറച്ചിരുന്നു. വിജയവും നഷ്ടവും സന്തോഷവും ദുഃഖവും ശക്തിയും അശക്തിയും എല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം. ഹുവല്ലദീ അദ്ഹക വഅബ്ക, ചിരിപ്പിക്കുന്നവൻ കരയിപ്പിക്കുന്ന അല്ലാഹു മാത്രം. ഇത് മുഴുവൻ സഹാബത്തിന്റെ ഹൃദയത്തിൽ ഉറച്ചൊരു യാഥാർത്ഥ്യമായി. ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ മാത്രമല്ല, മുഴുവൻ സഹാബത്തിന്റെ ഹൃദയത്തിൽ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബാഹ്യമായ ഒരു ശക്തിയിൽ നിന്നുമല്ല, എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അലി റളിയല്ലാഹു തആല ഒരു ദിവസം രാത്രി സമയം നമസ്കരിക്കാൻ പള്ളിയിൽ വന്നു. അന്ന് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ചില ആളുകൾ ഗൂഢാലോചന നടത്തി വധിക്കാൻ വേണ്ടി പാത്തെടുക്കുന്ന സമയമാണ്. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വെളിയിൽ പള്ളിയുടെ വെളിയിൽ നിൽക്കുന്നു. അലി റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ അർദ്ധരാത്രി സമയം ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ചില ആളുകൾ നിങ്ങളെ വധിക്കാൻ വേണ്ടി നടക്കുന്നു, നിങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയാണ്. അലി റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ആരിൽ നിന്നുമാണ് എനിക്ക് സംരക്ഷണം നൽകുന്നത്? ആകാശത്ത് വരുന്ന ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞു, ആകാശത്ത് എന്തെങ്കിലും തീരുമാനം വന്നാൽ ഞങ്ങളെ കൊണ്ട് ആർക്കും തടുക്കാൻ സാധിക്കില്ല. ഭൂമിയിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും സൃഷ്ടികളുടെ മനുഷ്യരുടെ ഉപദ്രവം നിങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ കാവൽ നിന്നതാണ്. അലി റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ലാ യകൂനു ശൈഉൻ ഫിൽ അർദ് ഹത്താ യഖ്ദി ഫിസ് സമാ, ലാ യകൂനു ശൈഉൻ ഫിൽ അർദ് ഹത്താ യഖ്ദി ഫിസ് സമാ. ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം ആകാശത്ത് അല്ലാഹു എടുത്തിട്ടുണ്ട്. അല്ലാഹു ഒരു തീരുമാനം ആകാശത്ത് എടുക്കുമ്പോഴാണ് അത് ഭൂമിയിൽ സംഭവിക്കുന്നത്. അതല്ലാതെ സൃഷ്ടികളിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഓരോ സഹാബിയുടെ ഹൃദയത്തിൽ ഉറച്ചൊരു യാഥാർത്ഥ്യമായി. ബദറിലേക്ക് പുറപ്പെട്ട സഹാബാക്കളുടെ ഹൃദയത്തിലും ഈ ഒരു യഖീൻ, ഈ ഉറപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ദാ നിങ്ങളെ ഭൂമിയിൽ തീരെ ഇല്ലാതാക്കാൻ വേണ്ടി, നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഇനി നിങ്ങളെപ്പറ്റി പറയാൻ തന്നെ ഒരു സമൂഹം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അങ്ങ് നശിപ്പിച്ച് തീർക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പുറപ്പെട്ടിരിക്കുന്നു. അവർ എത്ര വലിയ ശക്തരാണ്, അവരുടെ ആയുധം, അവരുടെ ശക്തി, ഇതെല്ലാം പറഞ്ഞ് സഹാബത്തിനെ ഭയപ്പെടുത്തി. ഈ സമയത്ത് ഇത് കേട്ട് ഭയപ്പെടാതെ സഹാബാക്കൾ പറഞ്ഞ വാക്ക്, ഖാലു ഹസ്ബുനല്ലാഹ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. ഭയപ്പെടുത്താൻ വേണ്ടി ശത്രുക്കളെ ശക്തിയും വലിപ്പമല്ല പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവർ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ പേടിച്ച് വിറക്കുകയല്ല ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു, ശത്രുക്കളെ വലിപ്പവും ശക്തിയും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഇത് സഹാബാക്കളുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കല്ല, അത് അവരുടെ ഹൃദയത്തിൽ പുറപ്പെട്ട ഒരു ഉറപ്പായിരുന്നു. അവരുടെ ഹൃദയത്തിൽ പുറപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് വലിയ സഹായങ്ങൾ കൊടുത്തു. അല്ലാഹു അവരെ സഹായിച്ചു. അതുകൊണ്ട് ബദറിൽ പുറപ്പെട്ട സഹാബാക്കളുടെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം ഈ ഒരു ഉറപ്പാണ് ഹൃദയത്തിൽ. അവരുടെ പ്രതീക്ഷ അല്ലാഹുവിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇനിയും ബദറുകൾ ഈ ലോകത്ത് ആവർത്തിക്കപ്പെടും. എപ്പോഴാണ് അതുപോലത്തെ ഒരു ഉറപ്പ് മുസ്ലിമുകളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇനിയും ആവർത്തിക്കപ്പെടും. ധാരാളം ബദറുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉറപ്പ് ഉമ്മത്തിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ത്വാലൂത്തിന്റെയും ജാലൂത്തിന്റെയും ചരിത്രം പറയുന്നത്. ത്വാലൂത്ത് സൈന്യവുമായി ജാലൂത്തിന്റെ കുഫാറുകളുടെ നേതാവായ ജാലൂത്തിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടാൻ പുറപ്പെട്ടു. അവസാനം പരീക്ഷണത്തിൽ കുറച്ചുപേർ പിൻവാങ്ങി. അവസാനം 319 പേരടങ്ങുന്ന താലൂത്തിന്റെ സംഘം 1,00,000 പേരടങ്ങുന്ന ജാലൂത്തിന്റെ സംഘവുമായി ഏറ്റുമുട്ടി. ഖുർആൻ പറയുക, അല്ലാഹു തആല അവർക്ക് വിജയം നൽകി. 319 സൈന്യം പേർ 1,00,000 പേരെ പരാജയപ്പെടുത്തി. അല്ലാഹു പറയാൻ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ സംഘത്തെ പരാജയപ്പെടുത്തി.
വിജയവും പരാജയവും എണ്ണത്തിന്റെ വലിപ്പത്തിലോ ആയുധ ശക്തിയിലോ ബാഹ്യമായ ഏർപ്പാടിലോ അല്ല. ഖുർആൻ ആവർത്തിച്ച് കാര്യം ഉമ്മത്തിന് ഹൃദയത്തെ ഉറപ്പിക്കുന്നു. ഏതെല്ലാം മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബദറിലെ സഹാബാക്കളുടെ ഹൃദയത്തിന്റെ ഉറപ്പ് തീരുമാനം അല്ലാഹുവിൽ നിന്നാണ്. ആ ഉറപ്പോടെ ഏതെല്ലാം കാലഘട്ടം മുസ്ലിമീങ്ങൾ ജീവിച്ചു. ചെറിയ സംഘമായിട്ടും ന്യൂനപക്ഷമായിട്ടും അല്ലാഹു വിജയം നൽകി. അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം 3000 മറുപക്ഷത്ത് 10000 അല്ലാഹു വിജയം നൽകിയത് ഈ 3000 പേരുടെ മുസ്ലിമീങ്ങൾക്കാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം 1000 മറുപക്ഷത്ത് കുഫാറുകളുടെ എണ്ണം 3000 അല്ലാഹു വിജയം നൽകിയത് ഈ 1000 പേരുടെ മുസ്ലിമീങ്ങൾക്കാണ്. ബനൂ ഖുറൈള യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം 3000 മറുപക്ഷത്ത് 4300 പേരുണ്ടായിരുന്നു. അല്ലാഹു വിജയം നൽകിയത് ഈ 3000 പേർക്കാണ്. മുഅ്തദ് യുദ്ധത്തിൽ സഹാബത്തിന്റെ എണ്ണം വെറും 3000 പേർ, മറുപക്ഷത്തിൽ 2 ലക്ഷം പേരായിരുന്നു. ലോകത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. 3000 പേരുടെ മുസ്ലിമീങ്ങളുടെ സംഘം 2 ലക്ഷം പേരുടെ ശത്രു സംഘത്തെ പരാജയപ്പെടുത്തി. യുദ്ധമരുഭൂമിയിൽ നിൽക്കുമ്പോൾ മുഅ്തദിന്റെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ വലിപ്പം കണ്ടപ്പോൾ ഇങ്ങനെ അന്താളിച്ച് നോക്കി നിന്നു. പഴയ ഒരു സഹാബി ചോദിച്ചു, എന്താ അബൂ ഹുറൈറ കഅന്നക തറാ ജുമൂഅൻ കസീറ, എന്താ മറുപക്ഷത്ത് വലിയ എണ്ണം കണ്ട് നീ ഭയപ്പെടുകയാണോ? അലം തഷ്ഹദ് ബദറൻ മഅന, നീ ഞങ്ങളുടെ ബദറിൽ പങ്കെടുത്തിട്ടില്ലേ? അല്ലാഹ് സഹായിക്കുന്നത് എണ്ണ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആയുധത്തിന്റെയും യുദ്ധകോപ്പുകളുടെയും വലിപ്പത്തിലല്ല അല്ലാഹ് സഹായിക്കുന്നത്. ഞങ്ങൾ ബദറിൽ പങ്കെടുക്കുമ്പോൾ ചെറിയ സംഘമായിരുന്നു എന്ന് ആ സഹാബി അബൂ ഹുറൈറ ഓർമ്മപ്പെടുത്തുന്നു. 3000 പേരുടെ സഹാബാക്കളെ സംഘം 2 ലക്ഷം പേരുടെ ശത്രു സംഘത്തെ പരാജയപ്പെടുത്തി. യർമൂക്ക് യുദ്ധ ദിവസം മുസ്ലിമീങ്ങളുടെ എണ്ണം 24000 ശത്രുക്കളുടെ എണ്ണം 2 ലക്ഷമായിരുന്നു. വലിയ ശത്രു സംഘം വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. റോം പട്ടാളം വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. അബൂബക്കർ റളിയല്ലാഹു തആല കത്തെഴുതി അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല കുറച്ചു പേരെ കൂടി മദീനയിൽ ഞങ്ങൾക്ക് അയച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല കത്തെഴുതി, വിജയം, മുസ്ലിമീങ്ങളുടെ വിജയം അതൊരിക്കലും മുസ്ലിമീങ്ങളുടെ എണ്ണത്തിന്റെ വലിപ്പത്തിലല്ല, ആയുധ ശക്തിയിലുമല്ല. ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരൊട്ടകം, ചിലപ്പോൾ ഒരു കുതിര. അദ്ദേഹം പറഞ്ഞു, ഓർമ്മപ്പെടുത്തി പഴയ ചരിത്രം, ഞങ്ങൾ ഉഹദിൽ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു കുതിരയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അബൂബക്കർ തിരിച്ചെഴുതി, വിജയം അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാണ്. അവരുടെ മറുഭാഗത്തുള്ള എണ്ണത്തിന്റെ വലിപ്പം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. യർമൂക്കിന്റെ ദിവസം മുസ്ലിമീങ്ങൾ പെട്ട ചില ആളുകൾ ശത്രുക്കൾ എണ്ണ വലിപ്പം കണ്ടപ്പോൾ പറഞ്ഞു, മാ അക്സറ റൂം വഅഖല്ലൽ മുസ്ലിമീൻ, റോം പട്ടാളം എത്ര വലുതാണ്, മുസ്ലിമീങ്ങൾ ചെറിയ സംഘമാണല്ലോ. ഇത് കേട്ടപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? തിരിച്ചു പറയും, മാ അക്സറൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ എത്ര കൂടുതലാണ്, റോം പട്ടാളം എത്ര ചെറുതാണ്. 24000 2 ലക്ഷം വരെ ഏറ്റുമുട്ടണം. ഹിർക്കലിന്റെ സൈന്യം അവസാനം പരാജയപ്പെട്ടപ്പോൾ അവർ അന്വേഷിച്ചു, എന്താണ് കാരണം? 2 ലക്ഷം പേർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു 24000 മുന്നിൽ? അവർ പരസ്പരം ആലോചിച്ചു. അന്ന് ഹിർക്കൽ ചോദിച്ചു, നിങ്ങളാണോ എണ്ണത്തിൽ കൂടുതൽ? അന്തും അക്സർ അംഹും, നിങ്ങളാണോ എണ്ണത്തിൽ കൂടുതൽ? അതല്ല, അവർ മുസ്ലിമീങ്ങളായിരുന്നു. നഹ്നു അക്സർ അദ്ആഫൻ ഫീ കുല്ലി മവാത്തിൻ, ഞങ്ങൾ എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് എണ്ണത്തിൽ കൂടുതലായിരുന്നു, എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് ശക്തരായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു? മിൻ അജ്ലി അന്നഹും യഖൂമൂന അൽ-ലൈൽ വയസുമൂന അൻ-നഹാർ, മുസ്ലിമീങ്ങളുടെ പ്രത്യേകത, അവർ വിജയത്തിന്റെ കാരണം അവരുടെ അല്ലാഹുമായി സൃഷ്ടാവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. രാത്രിയെല്ലാം റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാണ്, അവർ പകലെല്ലാം നോമ്പുകാരാണ്, അവരുടെ ജീവിതത്തിൽ ഇന്ന ഗുണങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദർ പലപ്പോഴും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ്? മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളുടെ ഗുണങ്ങളുണ്ടായിരുന്നു. ഖാദിസിയ യുദ്ധം മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറവ്. ഖാദിസിയ യുദ്ധത്തിൽ 8000 പേർ, ശത്രുപക്ഷം 60000, 70 ആനപ്പട്ടാളം. അവിടെയും അല്ലാഹു തആല ഖാദിസിയ യുദ്ധത്തിലും 8000 മടങ്ങ് മുസ്ലിമീങ്ങൾക്ക് 60000 മുന്നിൽ വിജയം നൽകി. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ കാണാം. ബദർ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. എപ്പോഴാണ്? മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ, സഹാബാക്കളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഉന്നത ഗുണങ്ങൾ വന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് വിജയങ്ങൾ നൽകി. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചു, ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്തിന് എന്തുകൊണ്ട് വിജയം കിട്ടുന്നില്ല? നഷ്ടപ്പെട്ടത് എന്താണ്? നമുക്ക് എവിടെയാണ് ശക്തി ക്ഷയിച്ചു പോയത്? നമ്മുടെ ബാഹ്യമായ ശക്തിയാണോ കുറഞ്ഞത്? നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോയി.
നമ്മളുടെ പ്രതീക്ഷയും ഉറപ്പും സൃഷ്ടികളിലായി മാറും. ചിലർ ജീവിച്ചിരിക്കുന്നവരിൽ അവരെ പ്രതീക്ഷ, ചിലരുടെ പ്രതീക്ഷ മരിച്ചവരിൽ, ചിലർ സമ്പത്തിൽ, ചിലർ അധികാരത്തിൽ, ചിലർ ആൾബലത്തിൽ, ചിലർ അധികാരത്തിൽ, ശക്തിയിൽ, പലതിലും ബാഹ്യമായ പലതിലും പ്രതീക്ഷ വെച്ച് മുസ്ലിം ഉമ്മത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല വസ്തുക്കളിലേക്ക് ഉമ്മത്തിനെ ഏൽപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ യാത്ര പോകുന്ന സമയത്ത് വഴി മധ്യേ ജനങ്ങൾക്ക് ഉപദ്രവകരമായ ഒരു ജീവി കിടക്കുന്നു. ജനങ്ങളെല്ലാം കൂടി നിൽക്കാൻ, മുന്നോട്ട് പോകാൻ ധീരമില്ലാതെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വാഹനത്തിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ ഭയപ്പെടുന്ന മൃഗത്തിന്റെ ചെവിയിൽ പിടിച്ച് അതിനെ വഴി നിന്ന് മാറ്റിവിട്ടു. എന്നിട്ട് അദ്ദേഹം ആ നിന്ന ആളോട് പറഞ്ഞു, ആരല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നു, ആരല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നു, അവർ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല, അവരാരും ഭയപ്പെടുത്തുകയില്ല. ആരല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കുന്നു, അല്ലാഹു തന്നെ അവരെ മറ്റൊന്നിലേക്ക് ഏൽപ്പിക്കുകയുമില്ല. പ്രതീക്ഷ അല്ലാഹുവിൽ മാത്രമാകണം. സഹാബാക്കളുടെ പ്രത്യേകത അതായിരുന്നു. ഇന്ന് നമ്മുടെ പ്രതീക്ഷ അധികാരത്തിലും സമ്പത്തിലും ആൾബലത്തിലും ആയുധത്തിലുമായപ്പോൾ അതിലേക്ക് തന്നെ നമ്മളെ ഏൽപ്പിച്ചു. നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും അല്ലാഹുവിൽ മാത്രമാകണം. എങ്കിൽ വീണ്ടും ബദർ ആവർത്തിക്കപ്പെടും, വീണ്ടും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇന്ന് നമ്മൾ ബദറിൽ സഹായം പ്രതീക്ഷിക്കുകയാണ്. മിമ്പറുകളും മിനാരങ്ങളും മിമ്പറുകളും മിഹ്റാബിലും ബദറിലെ സഹായത്തിന് ദുആ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സഹായിക്കാത്തത്? അവന്റെ ശക്തിയിലും ക്ഷയിച്ചു പോയോ? ബദറിൽ ഇറങ്ങിയ മലക്കൾ മരിച്ചുപോയോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ സൈന്യവും കുറഞ്ഞിട്ടില്ല, ഒരു മലക്കും മരിച്ചിട്ടില്ല, ഇന്നും ബാക്കിയാണ്. ഇന്നും അല്ലാഹുവിനെ സഹായിക്കാൻ സാധിക്കത്തില്ല ചെയ്യും. അതിൽ സംശയിച്ചാൽ അവൻ ഈമാനിന് പുറത്തു പോകും. അല്ലാഹു സഹായിക്കും, ഉറപ്പായ കാര്യമാണ്. പക്ഷെ ആ യോഗ്യത, ആ ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ, ബദറിലെ മരുഭൂമിയിൽ നിന്ന യുദ്ധ മരുഭൂമിയിൽ നിന്ന ആ സഹാബാക്കളുടെ യോഗ്യതകൾ, ഗുണങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു തആലയെ പോലെ, ഉമർ റളിയല്ലാഹു തആലയെ പോലെ, അലി റളിയല്ലാഹു തആലയെ പോലെ, ഹംസ റളിയല്ലാഹു തആലയെ പോലെ, സഅദ് ബിൻ ഉബാദയെ പോലെ, സഅദ് ബിൻ മുആദിനെ പോലെ, മുആദ് ബിൻ ജബലിനെ പോലെ ഇവരെല്ലാം ബദറിൽ പങ്കെടുത്ത സഹാബാക്കളാണ്. ഇതുപോലത്തെ ഉന്നതരായ സഹാബാക്കളുടെ ഗുണങ്ങൾ ക്വാളിറ്റികൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ആ ഗുണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. അതല്ലാതെ ബദറിലെ സഹായം നമ്മൾ പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു സഹായിക്കണമെങ്കിൽ ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഇനിയും ബദർ ആവർത്തിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ ബദരീങ്ങളായ സഹാബാക്കളുടെ ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തണം. ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളോട് കൂട്ടുകാരോട് പറഞ്ഞതുപോലെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരുമായി ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയും. ചില ആളുകൾ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന ഈ മുറി നിറയെ ദീനാറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അതെല്ലാം ദീന്റെ വഴി ഞാൻ ചിലവഴിക്കുമായിരുന്നു. ചില ആളുകൾ പറഞ്ഞു, എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന നന്മ ചെയ്യുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ കേൾക്കിൻ, എങ്കിൽ നിങ്ങൾ എന്റെ ആഗ്രഹം കേൾക്കിൻ. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു മുആദ് ബിൻ ജബലിനെ പോലെ, അല്ലെങ്കിൽ അംർ ബിൻ ജമൂഹിനെ പോലെ, അല്ലെങ്കിൽ ഇന്ന സഹാബിയെ പോലെ വ്യക്തികളെ കിട്ടിയിരുന്നുവെങ്കിൽ അവരെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്താമായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നും നാം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമുക്ക് ആവശ്യം. ബദരീങ്ങളായ സഹാബാക്കൾ, അവരുടെ ഗുണങ്ങളുള്ള വ്യക്തികൾ വീണ്ടും ഉണ്ടാകണം. ഓരോ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരെ പോലെയായി മാറണം. അതിനാണ് പരിശുദ്ധമായ റമദാൻ നൽകിയിരിക്കുന്നത്. റമദാനിലെ 17-ാം രാവ് അവരെ സ്മരിക്കൽ വേണ്ടി മാത്രമല്ല, അവരെ സ്മരിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അവരുടെ ഗുണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മൾ ചിന്തിച്ചു നോക്കി, ആ സഹാബത്തും നമ്മളും എത്ര വിടവ് വന്നു പോയി. നമ്മളും അവരും തമ്മിൽ വലിയ ദൂരത്താണ്. സുഫിയാൻ ബിൻ ഉയൈന റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ, ഒരു സഹാബി എങ്ങാനും അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടക്കാരോട്, ഒരു സഹാബി എങ്ങാനും നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ ദീനിയായ അവസ്ഥ കണ്ടാൽ നിങ്ങൾ പറയും ഇദ്ദേഹത്തിന് ഭ്രാന്താണ്. കാരണം അദ്ദേഹം നിങ്ങളുടെ ദീനിൽ നിന്നും വളരെ ഉയർന്ന അവസ്ഥയിലാണ്. ഏതെങ്കിലും സഹാബി ഇന്നത്തെ മുസ്ലിമീങ്ങളെ കണ്ടാൽ ആ സഹാബി പറയും ഇത് മുസ്ലിം അല്ല, മുനാഫിക്കാണ്. അത്രയും ദൂരത്താണ് നമ്മളുള്ളത്. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞ പോലെ, നീയും നിന്റെ പിതാക്കന്മാരായ സഹാബാക്കൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നീ വെറും സംസാരിക്കുന്നവർ, നിന്റെ നാവിലാണ് ദീനുള്ളത്. എന്നാൽ സഹാബാക്കൾ അവരുടെ ജീവിതം പ്രവൃത്തിയിൽ ദീനുണ്ടായിരുന്നു. അവർ പ്രവർത്തിക്കുന്നവരായിരുന്നു, വെറും സംസാരത്തിൽ മാത്രമായിരുന്നില്ല. നീ വെറുതെ ചടഞ്ഞറിഞ്ഞവിടെ ഇരിക്കുന്നവനാണ്, ദീന് വേണ്ടി ചെയ്യാൻ തയ്യാറില്ല. അവർ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ കടലിലും കരയിലും സമുദ്രത്തിലും കാടുകളിലും യാത്ര ചെയ്യുന്നവരായിരുന്നു, യാത്രക്കാരായിരുന്നു. അതുകൊണ്ട് ഉമ്മത്തിന് ആവശ്യം
ആ ഉന്നതരായ സഹാബാക്കൾ, ബദരീങ്ങളായ സഹാബാക്കളെ പോലെയുള്ള മാതൃകാ പുരുഷന്മാർ ഉണ്ടാകണം. നമ്മുടെ മക്കൾ അങ്ങനെ മാറണം, നമ്മുടെ യുവാക്കൾ അങ്ങനെ മാറണം, നമ്മൾ ഓരോരുത്തരുമായി മാറണം. പരിശുദ്ധ റമദാൻ അതിന് നൽകിയതാണ്, മാറ്റത്തിനുള്ളതാണ്. വെറും ബദറിന്റെ ദിവസങ്ങൾ സ്മരണയ്ക്കുള്ളതല്ല, ജീവിതം മാറണം. തീരുമാനം അല്ലാഹുവിൽ മാറ്റും, വീണ്ടും ബദറുകൾ ഉണ്ടാകും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം മാറാൻ തയ്യാറായില്ലെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം മാറുകയില്ല. നാം വേറെ ആരെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഉമ്മത്തിനെ സഹായിക്കാൻ ഒരു ശക്തിയെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉമ്മത്തിനെ സഹായിക്കാൻ ആരും വരികയില്ല. അത് ഖിയാമത്ത് ഉറപ്പായ കാര്യമാണ്. ആകെ നമുക്ക് സഹായത്തിന് പ്രതീക്ഷ അല്ലാഹുവിലാണ്. ആ സഹായം ഇറങ്ങണമെങ്കിൽ നമ്മളൊന്ന് മാറാൻ തയ്യാറാകണം. അല്ലാഹു പറയാൻ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തിന്റെ നിന്ദതയും ഒരു സമൂഹത്തിന്റെ അക്രമവും അതില്ലാതാകണമെങ്കിൽ ആ സമൂഹം മാറാൻ തയ്യാറാകണം. എത്ര റമദാനുകൾ കഴിഞ്ഞു കിടന്നു, നമ്മൾ സ്വന്തത്തോട് ചോദിക്കും, നാം എന്ത് മാറിയിട്ടുണ്ട്, നമ്മൾ എത്ര മാറ്റിയിട്ടുണ്ട്, നമ്മുടെ എത്ര ദീൻ ജീവിതത്തിൽ വർദ്ധിച്ചു. അത് ഓരോ റമദാനും അല്ലാഹു നൽകുന്നത് ജീവിതം മാറ്റാൻ വേണ്ടിയാണ്. ഈ റമദാനും ഇത് നൽകിയിരിക്കാം. പക്ഷേ റമദാന്റെ മധ്യഭാഗം എത്തിയപ്പോഴേക്കും നമ്മൾ കൂടുതൽ അടുക്കുന്നതിന് പകരം പള്ളികളെ സഫീന്റെ എണ്ണം കുറഞ്ഞു, നമസ്കാരക്കാരുടെ എണ്ണം കുറഞ്ഞു, ഇബാദത്തിന്റെ ആവശ്യം നഷ്ടപ്പെട്ടു. ഇപ്പോൾ റമദാനിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് അടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ അവസാനത്തെ 10ലേക്ക് അടക്കുകയാണ്. മുസ്ലിമീങ്ങൾ അവരുടെ കച്ചവടത്തിൽ നിന്നും ബാക്കി എല്ലാ തിരക്കിൽ നിന്നും ഒഴിവായി പള്ളികളിൽ കിടക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ രാജകൊട്ടാരത്തിൽ വന്ന് സത്യാഗ്രഹം നടത്തേണ്ട സമയമാണ്. ഉമ്മത്തി സമയത്ത് കമ്പോളങ്ങളിലും മാർക്കറ്റിലും പർച്ചേസിനായി ചുറ്റുകയാണ്. അതുകൊണ്ട് അവസാനത്തെ 10 ദിവസങ്ങൾ 2-3 ദിവസമുള്ളൂ. ഈ 2-3 ദിവസങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയായി മുഴുവൻ ഉമ്മത്തും പുരുഷന്മാരും പള്ളികളിലേക്ക് വരണം. അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളികൾ, അള്ളാഹുവിന്റെ കൊട്ടാരമാണ്. ഇവിടെ വന്ന് കിടക്കണം. ഇഅ്തികാഫ് വലിയ സുന്നത്തായ അമലാണ്. എന്താണ് ഇഅ്തികാഫ്? രാജകൊട്ടാരത്തിൽ വന്ന് അവന്റെ വാതിൽക്കൽ വന്ന് സത്യാഗ്രഹം നടത്തുക, ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. ഉമ്മത്ത് വലിയ വേദനയിലാണ്, വലിയ വിഷമത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്. ഇത് നാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇത് പറയേണ്ടത് അള്ളാഹുവിനോടാണ്. പരസ്പരം കമ്പോളങ്ങളിലും കടകളിലും പറഞ്ഞാൽ പോരാ, ഇത് റബ്ബിന്റെ മുന്നിൽ പറയണം. അതിനുള്ള അവസരമാണ് വിശുദ്ധമായ റമദാന്റെ അവസാനത്തെ 10 ദിവസം. അവിടെ എന്ത് തിരക്കുണ്ടെങ്കിലും നാം മാറ്റിവെക്കും, എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെക്കും. ഒരു 10 ദിവസം ഒഴിവാക്കി വീട്ടിൽ ഒരു 11 മാസം വീട്ടിൽ കിടന്നവരാണ്. 11 മാസം മെത്തകളിലും സുഖങ്ങളിൽ കിടന്നവരാണ്. ഒരു 10 ദിവസം അള്ളാഹുവിന്റെ പണിയിൽ വന്ന് ഈ പായിൽ കിടക്കും. അള്ളാഹ് കണ്ട് കരുണ തോന്നട്ടെ, ഉമ്മത്തിന് മേൽ നല്ലൊരു തീരുമാനം എടുക്കട്ടെ. നാം ഒന്ന് ചെറിയൊരു ത്യാഗത്തിന് തയ്യാറാകാതെ ഒരിക്കലും അള്ളാഹിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടത്. ചെറിയൊരു ത്യാഗം അള്ളാഹിന് വേണ്ടി ഒരു 10 ദിവസം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഒഴിവാക്കി വരും. നാം എന്തായാലും എന്നേക്കുമായി പള്ളിക്കാട്ടിൽ പോയി കിടക്കാനുള്ളവരാണ്. 10 മാസമല്ല, എന്നേക്കുമായി പള്ളിക്കാട്ടിൽ കിടക്കേണ്ടവരാണ്. അള്ളാഹുവിന് ഒരു 10 ദിവസം ഒഴിവാക്കി പള്ളിയിൽ വന്ന് കിടക്കും. ചെറിയ ത്യാഗമുണ്ടാകും, ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, ചെറിയ ചൂടുണ്ടാകും. അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹ് ഉമ്മത്തിന്റെ അവസരത്തെ കരുണ ചെയ്യണം. രാത്രി കാലങ്ങൾ എണീറ്റ് അള്ളാഹുവിൽ കരയാൻ സാധിക്കണം. ഒരു തുള്ളി കണ്ണുനീർ ചാടിച്ചു, ഉമ്മത്തിന്റെ അവസ്ഥയോർത്ത് ഒരു തുള്ളി കണ്ണുനീർ ചാടിച്ചു. തീർച്ചയാണ് ഈ റമദാൻ കഴിയുമ്പോൾ അള്ളാഹുവിന്റെ നല്ല തീരുമാനം ഇറങ്ങും. ഉമ്മത്തിൽ ലോക മുസ്ലിമുകൾ സന്തോഷിക്കുന്ന അള്ളാഹു അവസരം നൽകും. അതുകൊണ്ട് റമദാനിലെ അവസാനത്തെ 10 ഈ ഇഅ്തികാഫിന്റെ വലിയൊരു അമലുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്ത് ത്യാഗം ചെയ്തു. ശീലമുണ്ടാവുകയില്ല, വീട്ടിൽ കിടന്ന് ശീലിച്ചവരായിരിക്കും. വീട്ടിൽ നിന്ന് മാറുന്ന ശീലം ഉണ്ടാവുകയില്ല, വീട്ടിലെ കട്ടിന്ന് മാറി ശീലം ഉണ്ടാവുകയില്ല, കുടുംബത്തിനെ മക്കളുടെ കൂടെ കിടന്ന് ശീലിച്ചവരായിരിക്കും. ഒരു 10 ദിവസം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി വരും. എല്ലാ പള്ളികളും സൗകര്യമുണ്ട്. നമ്മുടെ പള്ളിയിൽ സൗകര്യം ചെയ്യുന്നുണ്ട്. ആഗ്രഹം ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്യാം, അങ്ങനെ എന്ത് ഏർപ്പാടും ചെയ്യാം. നാം ഒരു 10 ദിവസം ഒഴിവാക്കി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരും. അള്ളാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി.